ഹായ് ഫ്രണ്ട്സ്, ഇതൊരു കുട്ടി ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. ഹസ്ബൻഡ് വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല പനിയായിരുന്നു. അപ്പോൾ പനിയൊക്കെ ഏകദേശം മാറാറായപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. വേറെ എങ്ങോട്ടല്ല, വാഗമണ്ണിലോട്ടാണ്. എനിക്ക് പേഴ്സണലി പൈൻ ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പോകാമെന്നാണ് പ്ലാനിങ്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. മീൽസാണ് പറഞ്ഞത്, വേറെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചോറും മോര്, മീൻകറി, പിന്നെ തോരൻ, അച്ചാർ അങ്ങനെയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ബിരിയാണിയൊക്കെ കഴിക്കണമെന്നായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്തോ കടകളൊന്നും കണ്ടില്ല. അന്നെന്തോ അവധി ദിവസമായിരുന്നു എന്ന് തോന്നുന്നു, കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കാണ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡ് കണ്ടത്, മാർമല വെള്ളച്ചാട്ടം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് റൂട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ മാപ്പൊക്കെ ഇട്ട് എങ്ങനെയോ അവിടെ എത്തിച്ചേർന്നു. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഒരു 600 to 700 മീറ്റേഴ്സോളം നമുക്ക് അകത്തോട്ട് നടക്കാനുണ്ട്. പാസ് എടുക്കണം. പാസ് എത്രയാണ്? 10-30 രൂപ എങ്ങാണ്ടാണ് ഒരാൾക്ക് പാസ്. നമ്മൾക്ക് ഇതിന് മുന്നേ കാണാത്തത് കൊണ്ടും നമ്മളങ്ങനെ പിക്ചേഴ്സൊന്നും നോക്കിയിട്ടില്ലായിരുന്നു ഗൂഗിളിൽ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അട്ടയൊക്കെ ഉണ്ടായിരുന്നു. കടിക്കുന്ന അട്ടയല്ല, അല്ലാത്ത അട്ട. പോകുന്ന വഴി ഒരു വലിയ കാട് പോലെയാണ് കേട്ടോ. കാടിൻ്റെ നടുക്കൂടി ഒരു ചെറിയൊരു റൂട്ട്. വെള്ളച്ചാട്ടത്തിനോട് അടുക്കും തോറും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്നാണിത്. ഇവിടെ കുട്ടികൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നിടം കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നീന്തലൊന്നും അറിയാത്തവർ അഭ്യാസമൊന്നും കാണിക്കാതിരിക്കുക. മഴ സമയമാണെങ്കിൽ നല്ല ഒഴുക്കുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ പാറക്കെട്ടുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് കാലൊക്കെ അതിൻ്റെ ഇടയിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ ചെരുപ്പൊക്കെ ഊരി കയ്യിൽ പിടിച്ചു, കാരണം നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. പകുതി ദൂരം എത്തിയപ്പോഴേക്കും വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളവിടെ എത്തി. അടിപൊളി സ്പോട്ട് കേട്ടോ. വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. നല്ല ലൈറ്റിങ്ങും എല്ലാം. അത്ര ആർക്കും അങ്ങനെ പരിചയമുള്ള സ്ഥലമാണെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8-10 പേര്, അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും പറ്റി, കാമായിട്ടൊരു സ്ഥലത്തിരിക്കാനൊക്കെ പറ്റി കേട്ടോ. ഞങ്ങളാണെങ്കിൽ വലിയ ആഴമില്ലാത്തടത്താണ് ഇറങ്ങിയത്. ബാക്കി എല്ലായിടത്തും ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നല്ല വഴുക്കളുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. അധികം ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. വാഗമണ്ണിൻ്റെ അത്ര ഒരു തണുപ്പില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസായിരുന്നു. അല്ലിമോൾക്ക് പനിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ കംപ്ലീറ്റ്ലി അങ്ങ് റിക്കവർ ആയിട്ടില്ല. പക്ഷെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ഇറങ്ങുമല്ലോ, അതുകൊണ്ട് കുറച്ച് കൈയും കാലൊക്കെ ഇങ്ങനെ നനച്ചു കൊടുത്തു. ശരിക്കാണെങ്കിൽ പേടിയാണ്, അവിടെ ജന്തുക്കളുണ്ടാവും അങ്ങനെയൊക്കെ പേടിച്ചിട്ട് എന്നെ അധികം അങ്ങനെ വെള്ളത്തിലോട്ടൊന്നും ഇറക്കിയില്ല കേട്ടോ. ഇതുപോലെ കല്ലടക്കി വെച്ചതെന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് ചെയ്തു നോക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും അടിപൊളി സ്പോട്ടിൽ ഇത് ചെയ്യാൻ പറ്റി. അതും കറക്റ്റായിട്ട് തന്നെ നിന്നു കേട്ടോ. ഈ പ്ലേസ് ഒന്ന് നോക്കിയാൽ എത്ര അടിപൊളിയാണെന്ന്. ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, എന്ത് രസമാണ് കാണാനായിട്ട്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് KPM ഫിഷ് ഫാമാണ്. ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ് അവിടെ പോകുന്നത്. പക്ഷേ പെട്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞ് അവിടെ പോയിട്ട് വരാൻ നല്ലതായിരിക്കും. ഇവിടെ നിന്ന് വാഗമണ്ണിൽ നിന്ന് 18 കിലോമീറ്റർ എന്തോ അകത്തോട്ടാണ്. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു, കാരണം അത്രയും ദൂരം പോകാനായിട്ട്. കാരണം തിരിച്ച് ലേറ്റ് ആവുമോ എന്നൊക്കെയുള്ള ടെൻഷനുണ്ടായിരുന്നു.
പക്ഷെ എന്തായാലും ഇവിടെ വന്നതല്ലേ, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. 50 രൂപയാണ് എൻട്രി ഫീസ്. കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഇത് പഴയൊരു കരിങ്കൽ ക്വാറിയാണ്. ഇപ്പോൾ അവിടെ ഇങ്ങനെ കല്ല് പാറ പൊട്ടിക്കലൊന്നും ഇല്ല. ഇപ്പോൾ അവിടെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളത്തിലാണ് ഇങ്ങനെ കോയി ഫിഷിനെയൊക്കെ വളർത്തുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരം ഉള്ളത് കൊണ്ടാവാം ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അറിയത്തില്ല എങ്ങനെയാണ്. എന്തായാലും ഞങ്ങൾക്ക് പോയതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൈൻ ഫോറസ്റ്റ് മാത്രം കണ്ട് മടങ്ങുന്നത് വളരെ പുറമായിട്ടുള്ള പരിപാടിയാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ആദ്യം നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കുറേ മുയൽ, കോഴി, താറാവ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ട്. നമുക്കത് വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കോയി ഫിഷ്, അതായത് നമുക്ക് മീൻ തീറ്റ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ 100 രൂപ കൊടുക്കണം. അവിടെ ലൈഫ് ജാക്കറ്റും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. മഴയുണ്ടെങ്കിൽ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊട്ടവഞ്ചിയാണ്. കൊട്ടവഞ്ചിയിൽ കയറി ഓപ്പോസിറ്റായിട്ടാണ് ഇരുന്നത്. കാരണം ഒരു സൈഡിലിരുന്നാൽ വെയിറ്റ് കൊണ്ട് വഞ്ചി താഴ്ന്നു പോകും. ഞാൻ ആദ്യം കരുതിയത് അല്ലിക്ക് ഭയങ്കര പേടിയായിരിക്കും. കാരണം ഇത്രയും വെള്ളം, കൊട്ടവഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുമല്ലോ. അപ്പോൾ അല്ലിക്ക് ഭയങ്കര പേടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ലിയായിരുന്നു ഏറ്റവും എൻജോയ് ചെയ്തത്. എനിക്കായിരുന്നു പേടി കുറച്ചും കൂടി. പിന്നെ ഞങ്ങൾ മീനെ ഫീഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ഒരു ബക്കറ്റ് നിറയെ ഫുഡ് തന്നായിരുന്നു, മീനിൻ്റെ ഫുഡ്. അതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരുപാട് മീൻ നമ്മുടെ കയ്യിലോട്ട് വരും. അതിനൊരു പേടിയില്ല കേട്ടോ, കടിക്കുകയൊന്നുമില്ല. ഒരുപാട് മീൻ ഇങ്ങനെ കയ്യിലോട്ട് വന്നിങ്ങനെ തട്ടിത്തടഞ്ഞു പോകും. അപ്പോൾ വാഗമൺ വരുന്നവർ പറ്റുവാണെങ്കിൽ ഇതും കൂടി വിസിറ്റ് ചെയ്യണം. അടിപൊളി പ്ലേസാണ്, നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണം. അധികം പിള്ളേരെ അങ്ങ് ഫ്രീ ആയിട്ട് വിടരുത്. പിന്നെ കുറേ അരയന്നങ്ങളുണ്ടായിരുന്നു കേട്ടോ ആ ബാക്ക് സൈഡിൽ കണ്ടില്ലേ. പക്ഷേ അത് അടുത്തോട്ടൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ഫിഷ് ഇങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ പതിയെ ഞാനും ഫിഷിന് ഇങ്ങനെ തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ. പൈൻ ഫോറസ്റ്റ് ലക്ഷ്യമിട്ടുള്ള യാത്രയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അല്ലിക്ക് ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇട്ടേച്ചത്. പക്ഷേ അവൾക്ക് നന്നായിട്ട് തണുത്തു. ഞാൻ പിന്നെ കുറച്ച് വലിയ ടീഷർട്ടാണ് ഇട്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ടീഷർട്ട് ഞാൻ എടുത്തിട്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വലിയ തണുപ്പ് അങ്ങനെ തോന്നിയില്ല. ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. തമിഴ് പീപ്പിൾസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 5 മണി കഴിഞ്ഞായിരുന്നു. 6 മണി വരെ എന്തോ ഉള്ളൂ അതിൻ്റെ അകത്തേക്കുള്ള എൻട്രി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് നല്ലോണം എൻജോയ് ചെയ്തട്ടോ.
അടുത്ത വെക്കേഷൻ വരെ ഓർത്ത് വയ്ക്കാൻ ഒരു പിടി ഓർമ്മകളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.